സോ ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്കൈ ബ്ലോക്കിൻ്റെ 4ാമത്തെ എപ്പിസോഡായിട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൈ ബ്ലോക്ക് മുന്നോട്ട് പോകൂല. നമ്മുടെ സ്കൈ ബ്ലോക്ക് ഇപ്പം എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ മോബ് ഫാം എന്ന് പറയുന്നത്. അതെ, നമുക്കൊരു മോബ് ഫാം റെഡി ആക്കണം. അപ്പം അതിന് വേണ്ടി കുറച്ചധികം മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ചൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെസ്റ്റ് തുറന്നു നോക്കി, ഇതിൻ്റെ അകത്ത് കുറച്ചധികം ഏകദേശം ഒരു 4 സ്റ്റാക്കോളം കൊബിൾ സ്റ്റോൺ ഉണ്ട്. 5 സ്റ്റാക്കോളം കൊബിൾ സ്റ്റോൺ ഉണ്ട്. അതുപോലെ തന്നെ 2 സ്റ്റാക്കോളം വുഡ് ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കിതൊന്നും പോരാ ഗൈസ്, നമുക്കിതൊന്നും പോരാ. നമുക്കിനി കുറച്ചുകൂടി അധികം കൊബിൾ സ്റ്റോണും അതുപോലെ കുറച്ചധികം വുഡിന്റെ ആവശ്യകത ഉണ്ട്. എന്നാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ ഫാമിന്റെ പണി റെഡിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൊബിൾ സ്റ്റോണും അതുപോലെ കുറച്ചുകൂടി ഈ ഒരു വുഡും കൂടി കളക്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ വേഗം ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി ഞാൻ ആവശ്യത്തിനുള്ള കൊബിൾ സ്റ്റോണും അതുപോലെ കുറച്ച് ടോർച്ച് അതുപോലെ കുറച്ച് പ്ലാങ്ക് ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം, നമ്മുടെ മൂവ് ഫാം എവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കണം. ഞാൻ വിചാരിക്കുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് മൂവ് ഫാം സെറ്റ് ചെയ്യാന്നാണ്. ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് നമുക്ക് അങ്ങോട്ട് ദൂരോട്ട് പോയിട്ട് അവിടെ നമുക്ക് മൂവ് ഫാം സെറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്ലാബ് വെച്ച് കുറച്ച് ബ്ലോക്ക് പോയി, ഇപ്പോൾ എത്ര 3 ബ്ലോക്കായി. നമുക്ക് ഏകദേശം ഒരു 10-15 ബ്ലോക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വഴിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4:6 അതായത് 4:6 റേഷ്യോയിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഇവിടെ റെഡിയാക്കി എടുക്കണം. അപ്പം ഇതായിരിക്കും നമ്മുടെ അളവ്. ഇനി ഈ മൊത്തം ഭാഗം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഓക്കെ, സംഭവം നൈറ്റായി വരുന്നുണ്ട്. നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ഇവിടെ കിടക്കുന്ന ബെഡ് എടുത്ത് നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ബെഡ് നമുക്ക് നമ്മുടെ കൈ കിട്ടി. നമുക്ക് നമ്മുടെ ബെഡിനെ കൊണ്ട് തൽക്കാലം ഇവിടെ കൊണ്ട് വെച്ചേക്കാം. അതുപോലെ തന്നെ ഒരു ടോർച്ചും കൂടി നമുക്ക് തൽക്കാലം അവിടെ വെച്ചേക്കാം. ബെഡും അതുപോലെ തൽക്കാലത്തേക്ക് ഒരു ടോർച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 4 ബ്ലോക്ക് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മളൊരു 4 സ്ലാബും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓൾസോ നമുക്ക് ഇവിടെയും കൂടി നമുക്ക് നമ്മുടെ ഇത് വെക്കേണ്ടതാണ്. സ്റ്റോൺ വെക്കണം, അത് നമുക്ക് പിന്നീട് വെക്കാം. ഇപ്പം നമ്മൾ വെച്ച ഈ ബോർഡറിലൂടെ നമുക്ക് ഇനി ഒരു 18 ബ്ലോക്ക് കൂടി എക്സ്ട്രാ മുകളിലോട്ട് നമുക്ക് ബിൽഡ് ചെയ്യണം. അതായത് ടോട്ടൽ 90 ബ്ലോക്ക്സ് മുകളിലോട്ട് പോകണം. അപ്പോൾ അത് ആദ്യം പോയിട്ട് വരാം. ബിൽഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സൈൻ ബോർഡാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രാഫ്റ്റ് ചെയ്യാണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കുറച്ച് സൈൻ ബോർഡും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബക്കറ്റ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കാം. ഐ തിങ്ക് ഇവിടെ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് താഴോട്ടൊന്നും പോകാതെ ഇവിടെ കറക്റ്റായിട്ട് ഫ്ലോട്ടായിട്ട് നിന്നോളും. സോ ഗൈസ്, അപ്പോൾ ഇനിയുള്ള ട്യൂട്ടോറിയൽ ഭാഗം പോലത്തെ ഉള്ളത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഇത് അത്യാവശ്യം ടൈം എടുക്കും. അതുപോലെ ഈ മൂവ് ഫാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. നിങ്ങൾക്കിത് നോക്കി ഇതുപോലെ ചെയ്യണമെന്ന് അവിടെ പുതിയ പിഗ്ഗൊക്കെ സ്പൂണായി. നൈസ്, ഗുഡ് ജോബ്. നിങ്ങൾക്ക് ഇതുപോലെ നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടൊരു മോബ് ഫാമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്യൂട്ടോറിയലും കൂടി കാണിച്ച് വീഡിയോയുടെ ലെങ്ത് ചുമ്മാ കൂട്ടിയിട്ട് ഒരു രസമില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു മൂവ് ഫാമാണ്. അപ്പം ചുമ്മാ നമുക്ക് ഇതും കൂടി കാണിച്ച് വീഡിയോ ലെങ്ത് ചുമ്മാ കൂട്ടണ്ട. ഞാൻ അപ്പോൾ ഈ ഒരു മൂവ് ഫാമിൻ്റെ പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ പണി നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു മൂവ് ആൻഡ് എക്സ്പി ഫാം കേസ് നമ്മൾ ഫൈനലി ആഫ്റ്റർ കുറേ സാഹസ പ്രകടനങ്ങൾ എല്ലാത്തിനും ശേഷം നമ്മൾ അങ്ങനെ ഫൈനലി ഇത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. യെസ്, ഒരുപാട് തവണ മരിച്ചു, ഒരുപാട് തവണ മടക്കുന്ന തറയെ വീണു, ഒരുപാട് സംഭവ വികാസങ്ങൾക്കൊടുവിൽ നമ്മളിത് ഫിനിഷ് ചെയ്തു. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു എക്സ്പി ഫാം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 1 മുകളിൽ എടുത്തു കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരുപാട് ബിൽഡുകൾ ചെയ്യുകയായിരുന്നു എങ്കിൽ നമുക്ക് എന്തോരം ടൈം ഓടിക്കാന്ന് ഇപ്പം ഊഹിക്കാം. പക്ഷേ
കൊണ്ടോ നമ്മളിവിടെ അതൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഈ സീരീസ് എൻഡ് ആക്കണ്ടേ, അതുകൊണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു മോബ് ഫാമിലേക്ക് പോകാനായിട്ടുള്ള വഴി. ഇപ്പൊ നൈറ്റ് ആയി, ഇതാ ഇത്രത്തോളം ഉണ്ട്. നമുക്ക് അതിന് മുന്നേ ഞാൻ ഒന്ന് കിടന്നുറങ്ങിയിട്ട് കാണിച്ചു തരാം. ഈ ബെഡ് ഞാൻ എവിടെയോ കൊണ്ട് മറന്നു വെച്ചു, എനിക്ക് തോന്നുന്നു ഇതിന്റെ മണ്ടയ്ക്കാന്ന് തോന്നുന്നു. യെസ്, ഞാൻ ഒന്ന് ആ ബെഡും കൂടെ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ആഫ്റ്റർ സോ മെനി സ്ട്രഗിൾസ് ഞാൻ വീണ്ടും എങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ക്രീപ്പർ പൊട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. യെസ്, എന്നാൽ ക്രീപ്പർ എനിക്ക് തോന്നുന്നു നമ്മൾ ഹാഫ് ബ്ലോക്ക് ആയതുകൊണ്ടാണ്, ഹാഫ് ബ്ലോക്കിന്റെ ഒരു സംഭവം ആയതുകൊണ്ടാണ് ക്രീപ്പർ ഇവിടെ വന്ന് വീട് അപ്പം തന്നെ പൊട്ടുന്നുണ്ട്. എന്തെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ കണ്ടുപിടിക്കാം. ഇപ്പൊ എനിക്ക് അതും കൂടി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല, എന്നാൽ നമുക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഒരു തട്ടിക്കൂട്ട് മോബ് ഫാം നമ്മൾ അങ്ങനെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. നിങ്ങൾ മോബ് ഫാം എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെ, എന്നാലും ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഈ മരം വളർന്ന് നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത്രയും അത്യാവശ്യം വലുതായിട്ടുള്ളൊരു മോബ് ഫാം. ഇതെന്തായാലും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തതിന്റെ കാര്യം, നമ്മൾ ഇവിടെ നിന്ന് പണിയൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ബാക്കി കോബിൾ സ്റ്റോണും നമ്മുടെ വുഡൊക്കെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ഈ മോബ് ഫാം നമുക്ക് ഇവിടെ വർക്കിംഗ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മോബ് ഫാം റെഡി ആക്കിയത്. സോ യെസ് കേസ്, അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അത്യാവശ്യം ചെറിയ എപ്പിസോഡോ വലിയ എപ്പിസോഡോ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. എനിക്ക് എന്തായാലും ഈ ഒരു മൂവ് ഫാം ചെയ്യാനായിട്ട് അത്യാവശ്യം ടൈം എടുത്ത്. സോ എൻ്റെ കുറേ മട്ടത്തരങ്ങൾ കാരണം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ്. സോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കാച്ച വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ.